നമസ്കാരം. എടത്തുവ പൈസ്റ്റൺ ഐറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് ഇയർ ഫിറ്റേഴ്സിൻ്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ ന്യൂമാറ്റിക്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തു. ന്യൂമാറ്റിക്സിൻ്റെ പവർ സോഴ്സ്, അതായത് എയറിനെ കംപ്രസ് ചെയ്യുന്നത് തൊട്ട് വർക്ക് ഡെലിവറി ചെയ്യുന്നവരുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂമാറ്റിക്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ന്യൂമാറ്റിക്സും ഹൈഡ്രോളിക്സും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ വ്യത്യാസമാണ്. ന്യൂമാറ്റിക്സിലാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ എയർ ആണ് നമ്മളവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹൈഡ്രോളിക്സിലോട്ട് നമ്മൾ പറയാൻ നേരത്ത് നമ്മളവിടെ കൺഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ആയിരിക്കും നമ്മളവിടെ മറ്റും വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തുള്ള വ്യത്യാസം ബാക്കി അങ്ങോട്ട് ഫുൾ ലൈനിൽ അതിനെ സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക്സിൻ്റെ ബേസിക് ഒരു ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. നമ്മളന്ന് റിസർവോയർ വരെ അതിൽ പറഞ്ഞു വെച്ചായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള പമ്പ്സ് സാധാരണയായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഹൈഡ്രോളിക്സിലെ ബേസിക് സർക്യൂട്ട് നിങ്ങളെ കാണിച്ചായിരുന്നു. ബേസിക് സർക്യൂട്ടിൽ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓയിലിനെ നമ്മളൊരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ആക്ച്വേറ്റ് ചെയ്ത് മോട്ടോർ വഴി ഒരു പമ്പിനെ കപ്പിൾ ചെയ്ത്, പമ്പ് ആണ് നമ്മുടെ റിസർവോയറിൽ കിടക്കുന്ന ഈ ഓയിലിനെ ഫീഡ് ചെയ്ത് നമുക്ക് വേണ്ട ഗാലറി ലൈനിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്. ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് ഒരു പമ്പ് ഈ മെക്കാനിക്കൽ എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നു, പുള്ളി ചെയ്ത് അല്ലെങ്കിൽ പുഷ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് സാധാരണ വർക്ക് നടക്കുന്നത്. പമ്പ്സിൽ തന്നെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പമ്പ്സിൽ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സും ഉണ്ട്, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള പമ്പുകളുണ്ട്. പമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾ ഹൈഡ്രോളിക്സിലോട്ട് വരാൻ നേരത്ത് പമ്പുണ്ട്, നമ്മുടെ ലൈനിൽ പമ്പുണ്ട്. പമ്പാണ് ഇതിനെ ഫോഴ്സ് ചെയ്യുന്നത്. റിസർവോയറിൽ കിടക്കുന്ന ഈ ഓയിലിനെ ഫോഴ്സ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് എത്തിക്കുന്നത്, ലൈനിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ പമ്പ് മുഖേനയാണെന്ന് ഓർത്ത് വെക്കുക. പമ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഒരു ഹൈഡ്രോളിക്സിൽ ഏറ്റവും വലിയൊരു സെഷൻ തന്നെയാണ് പമ്പിനെ കുറിച്ച്. മെയിൻ പമ്പ്, ലോ പമ്പ്, ഗിയർ പമ്പ്, അതേപോലുള്ള ഒത്തിരി പമ്പുകൾ, റെസിപ്രോക്കേറ്റിംഗ് പമ്പുകൾ, ഒത്തിരി പമ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൂടുതലായിട്ടൊന്നും കിടക്കുന്നത് ജസ്റ്റ് അറിയേണ്ട കുറച്ച് കാര്യം മാത്രം നിങ്ങൾ ഹൈഡ്രോളിക്സിൽ അറിഞ്ഞു വെക്കുക പമ്പിനെ കുറിച്ച്. അപ്പം ഹൈഡ്രോളിക് സിലിണ്ടർ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മൾ ന്യൂമാറ്റിക്സ് പഠിപ്പിച്ചപ്പോഴത്തേക്കും വാൽവുകൾ, സിലിണ്ടറുകൾ, ആക്ച്വേറ്ററുകൾ ഇതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഏകദേശം ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. Hydraulic cylinder. This component of the hydraulic system is that in which pressure is applied on the fluid to get the desired force. ആ ഫിഗർ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, ഈ കാര്യമൊക്കെ നമ്മൾ നേരത്തെ അവിടെയും പറഞ്ഞതാണ്. അപ്പോൾ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാരൽ കാണും, ഒരു സിലിണ്ടർ കാണും, സിലിണ്ടറിൻ്റെ അകത്ത് ഒരു പിസ്റ്റൺ കാണും, പിസ്റ്റണിന് ഒരു പിസ്റ്റൺ റോഡ് കാണും, അതൊരു കണക്ഷൻ റോഡ് കാണും. ഇതാണ് ബേസിക്കായിട്ട് അതിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത്. The hydraulic piston are used to push down the fluid in the cylinder or in the other cylinder. അത് നമ്മൾ ഫ്ലൂയിഡിനെ പുഷ് ചെയ്യാൻ വേണ്ടി, ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധിയാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിൻ്റെ അകത്ത് വെച്ച് which in turn exerts the pressure and pushes it back again. ഫീഡ് ചെയ്യാനായിട്ട്, പ്രഷറൈസ് ചെയ്യാനായിട്ട്, പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീൻസാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിൻ്റെ അകത്ത് ബാരൽ, പിസ്റ്റൺ റോഡ്, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി നമ്മുടെ യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാർഗ്ഗമാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ആക്ച്വേറ്റർ, ലീനിയർ ആക്ച്വേറ്റർ ഉണ്ട്, റോട്ടറി ആക്ച്വേറ്റർ ഉണ്ട്. നമ്മളിത് ന്യൂമാറ്റിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ടാണ് കുറച്ച് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു വിടുന്നത്. നിങ്ങൾക്ക് എന്താ ഈ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് അറിയാം. Okay, various types of actuators are used in hydraulic systems. The most common device is the cylinder, which consists of a suitable cylinder body with a cylinder bore in which it is fitted on a movable piston. ആ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ ഉണ്ടായിരിക്കും, പിസ്റ്റണിൻ്റെ അകത്ത് ഒരു പിസ്റ്റൺ റോഡ് അഥവാ കണക്റ്റിംഗ് റോഡ് ഉണ്ടായിരിക്കും. രണ്ട് രീതിയിലുള്ള സിലിണ്ടേഴ്സ് ആണ് ആക്ച്വേറ്ററായിട്ട്. ഹൈഡ്രോളിക് ആക്ച്വേറ്ററിൽ, ലീനിയർ ആക്ച്വേറ്ററിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ലീനിയർ ആക്ച്വേറ്റേഴ്സ് പറയുന്നുണ്ട്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറും. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും അത് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലൂയിഡ് വന്ന് നിറയുന്നുള്ളൂ, ആ ഡയറക്ഷനിൽ പുഷ് ചെയ്ത് കൊടുക്കുന്നു. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും, നമ്മുടെ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും നമുക്കൊരു
വാൽവുകളുണ്ട്, അവിടേക്ക് ഫ്ലൂയിഡ് കയറുന്നു, അതിനനുസരിച്ച് അങ്ങോട്ട് മൂവ് ആവുകയും ചെയ്യും, മുന്നോട്ടും പുറമോട്ട് രണ്ട് ഡയറക്ഷനിലും നമുക്ക് അവിടെ മോഷൻ സാധ്യമാകാൻ സാധിക്കും. അതേപോലുള്ള സിലിണ്ടേഴ്സിനെയാണ് നമ്മൾ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറും ഇത് ഫിഗർ വെച്ച് നമ്മൾ ന്യൂമാറ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ആക്ച്വേറ്ററിൽ, ലീനിയർ ആക്ച്വേറ്ററിൽ ആ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറും ഒക്കെ നമ്മൾ തറവായിട്ട് പഠിച്ചതാണ്. അപ്പം ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുക. ഓക്കെ, നമുക്ക് വാൽവുകളെ കുറിച്ച് പഠിക്കാം അല്ലേ. വാൽവ് നമുക്ക് നമ്മുടെ ഈ സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ആക്ച്വേറ്റർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈനിൽ ഇത് പ്രോപ്പറായിട്ട് വരണമെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലും ചേഞ്ചസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മുടെ സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ നമുക്കതിൽ വാൽവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. It is necessary to control the liquid as the direction of flow, amount or volume allowed to flow, and the sequence or the time of flow of various parts of circuits. നമ്മുടെ ഈ സർക്യൂട്ട്സിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ഓർ വോളിയം അലൗഡ് ടു ഫ്ലോ, അതിൽ എത്ര ഫ്ലോ വരണം, നമ്മുടെ ലൈനിലൂടെ, നമ്മുടെ പൈപ്പ് ലൈനിലൂടെ എത്ര ഫ്ലോ വരണം. ആൻഡ് സീക്വൻസ് ഓർ ടൈം ഓഫ് ഫ്ലോ, എത്ര നേരം, എത്ര വോളിയം കടന്നു പോകണം, എത്ര നേരം ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ വോളിയം കടന്നു പോകണം. ഇതേപോലുള്ള പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രഷർ കൺട്രോൾ ചെയ്യണം, ഫ്ലോ കൺട്രോൾ ചെയ്യണം, ഡയറക്ഷൻ കൺട്രോൾ ചെയ്യണം, അതേപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നത് വാൽവുകൾ യൂസ് ചെയ്തിട്ടാണ്. All these things are accomplished by means of valves. A valve may be therefore defined as a mechanical device to start, stop or otherwise regulate the flow of liquid. സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ വാൽവ് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂമാറ്റിക്സ് പഠിച്ചപ്പോഴത്തേക്കും വാൽവുകൾ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്, പ്രഷർ കൺട്രോൾ വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവ്, ചെക്ക് വാൽവ്, ഈ വാൽവുകളെ കുറിച്ചെല്ലാം, ഷട്ട് ഓഫ് വാൽവ്, ഈ വാൽവുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതേപോലുള്ള വാൽവുകളെല്ലാം തന്നെ നമ്മൾ ഹൈഡ്രോളിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുന്ന നീഡിൽ വാൽവ്, അല്ലെങ്കിൽ ഗേറ്റ് വാൽവ്, അല്ലെങ്കിൽ ബോൾ വാൽവ്, ഇതേപോലുള്ള വാൽവുകളെ കുറിച്ച് മാത്രം അതിനകത്ത് വരാത്തത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ബാക്കി ഡയറക്ഷൻ കൺട്രോൾ വാൽവും ഒക്കെ തന്നെ, ഡയറക്ഷൻ കൺട്രോൾ വാൽവുകളൊക്കെ തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. സിലിണ്ടറിലോട്ട് ഫ്ലൂയിഡിനെ എത്തിക്കണമെങ്കിൽ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് നമുക്ക് വേണം. അതിനുവേണ്ടി ഡയറക്ഷൻ കൺട്രോൾ വാൽവ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 3/2, 4/2 ഒക്കെ രീതിയിൽ വരുന്ന ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പുറമെ അവർ ഡിസ്കസ് ചെയ്യാത്ത നീഡിൽ വാൽവ്, ഗേറ്റ് വാൽവ്, അതേപോലുള്ള വാൽവുകളാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഈ പോർഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. It consists of a stem or a needle adjustable as to the position which one and conical, which accurately fits an opening or orifice in the valve body called valve seat. നിങ്ങൾ ആ ഫിഗർ നോക്കിയാലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടുത്തെ വാൽവ് സീറ്റ് പ്രോപ്പറായിട്ട് സീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതിൽ ഫ്ലോ ഒന്നും നടക്കത്തില്ല. ഫ്ലോ അടഞ്ഞിരിക്കും. പ്രോപ്പറായിട്ട് അത് സീറ്റ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ അവിടെ അടഞ്ഞു നിൽക്കും. അതിൽ ഫ്ലോ ഒന്നും സാധ്യമാകുകയില്ല. The volume of the liquid flowing through the valve is controlled by the clearance between the needle and its seat. ആ നീഡിലും ആ സീറ്റും തമ്മിലുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് അതിലെ ആ പാസേജിലൂടെ, ആ പോർട്ടിലൂടെ കടന്നു പോകുന്ന വോളിയം, ഫ്ലൂയിഡിന്റെ വോളിയം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആ വാൽവ് സീറ്റും ആ നീഡിലും തമ്മിലുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിലെ നമ്മൾ ഫ്ലൂയിഡിനെ കടത്തിവിടുന്നത്. In general, application of this type of valve is limited to comparatively small volume of liquid. നമ്മൾ കുറച്ച് മാത്രമേ, ലാർജ് ഏരിയയിലൊന്നും അല്ല, കുറച്ച് ഏരിയയിൽ മാത്രം കുറച്ച് വോളിയമേ ഉള്ളൂ അത് നമുക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ വരുന്നുള്ളെങ്കിൽ ആ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ നീഡിൽ വാൽവ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നീഡിൽ വാൽവ് യൂസ് ചെയ്യുന്നത് ലിമിറ്റഡ് ആപ്ലിക്കേഷനിലാണ് നീഡിൽ വാൽവ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ നീഡിൽ വാൽവിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക, അതിലെ പാർട്ടുകൾ നോക്കി വെച്ചോളൂ. ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഗേറ്റ് വാൽവ് നീഡിൽ വാൽവ് പോലെ തന്നെയാണ്. എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. ഗേറ്റ് വാൽവ് ഓഫ് സിമിലർ കൺസ്ട്രക്ഷൻ എക്സെപ്റ്റ് ദാറ്റ് ദ ടേപ്പേർഡ് സ്ലൈഡ് ഓർ എ ഗേറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. അവിടെ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗേറ്റ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഗേറ്റ് പോലെ ആക്ട് ചെയ്തിട്ടാണ് അവിടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഗേറ്റ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ദ ലിക്വിഡ് ത്രൂ എ ഓറിഫിസ്. ആപ്ലിക്കേഷൻ ആർ ജനറലി കൺഫൈൻഡ് സിസ്റ്റംസ് യൂസിങ് വാട്ടർ ആസ് ലിക്വിഡ്. നമ്മുടെ പൈപ്പ് ലൈൻസിലൊക്കെ ഏറ്റവും കൂടുതൽ, ഇറിഗേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാൽവാണ് ഗേറ്റ് വാൽവ് എന്ന് പറയുന്നത്. അവിടെ വാട്ടർ ആണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഗേറ്റ് വാൽവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു ടേപ്പേർഡ് സ്ലൈഡ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നു. നീഡിൽ വാൽവ് പോലെയല്ല, ഒരു ടേപ്പേർഡ് സ്ലൈഡ് നമ്മളവിടെ യൂസ് ചെയ്തു. അങ്ങനെയാണ് അവിടെ വർക്ക് നടക്കുന്നത്.
അടുത്തത് ബോൾ ചെക്ക് വാൽവ്. നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും കണ്ടിട്ടുള്ളതായിരിക്കും ബോൾ വാൽവിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ബോൾ ചെക്ക് വാൽവ്. A ball check valve is used to regulate the flow of liquid in one direction only. One direction valve ആണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് കടത്തി വിടത്തുള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. A gravity ball check valve consists of a valve seat suitable in shape to be closed by a steel bar with sufficient area around the ball body to permit the liquid to pass amount of ball to the outlet. സിമ്പിൾ. ഈ എഴുതി വെച്ച പോലെ വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാൽവ് സീറ്റ് കാണും. ഒരു വാൽവ് സീറ്റിൽ പ്രോപ്പറായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോളും അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് വൺ ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷനിൽ പ്രഷർ വരാൻ നേരത്ത് ഫോഴ്സ് ചെയ്ത് ബോളിനെ ഫോഴ്സ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോവുകയും അതിൽ ഫ്ലൂയിഡ് മുകളിലോട്ട് കടന്നു പോവുകയും ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ബാക്ക് ഫ്ലോയോ കാര്യമോ വല്ലതും വരികയാണെങ്കിൽ ആദ്യം താഴോട്ട് വരുന്നത്, ഗ്രാവിറ്റി ബേസിൽ ആദ്യം താഴോട്ട് വരുന്നത് നമ്മുടെ ബോളായിരിക്കും. ബോൾ ആദ്യം താഴോട്ട് വന്ന് നമ്മുടെ സീറ്റിൽ പ്രോപ്പറായിട്ട് സ്യൂട്ടാകുകയും ചെയ്യും. പിന്നെ വരുന്ന ലിക്വിഡിനെ തിരിച്ച്, അതായത് ബാക്ക് ഡയറക്ഷനിലോട്ട് ബാക്ക് ഫ്ലോ അവിടെ വരികയില്ല. അതിനാണ് നമ്മൾ ബോൾ ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ളതുകൊണ്ട്. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത് സ്പ്രിംഗ് ലോഡഡ്, സ്പ്രിംഗ് ടൈപ്പ് ഒരു ബോൾ ചെക്ക് വാൽവിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡയറക്ഷനിൽ വരാൻ നേരത്ത് ബോൾ ആദ്യം റൈസ് ആകുകയും അതിനനുസരിച്ച് ഫ്ലോ നടക്കുകയും ചെയ്യും. ഇൻ കേസ് അവിടെ പ്രഷർ കൂടി റിട്ടേൺ ലൈനിലോട്ട് തിരിച്ച് വരാൻ ഒരുങ്ങുന്ന സാഹചര്യമാണെങ്കിൽ ഗ്രാവിറ്റി ബേസിൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡഡ് ആണെങ്കിൽ സ്പ്രിംഗ് അതിനെ തിരിച്ച് തള്ളിവിട്ടിട്ട് പ്രോപ്പറായിട്ട് വന്ന് വാൽ സീറ്റിൽ അവിടെ ടൈറ്റ് ആകുകയും സീറ്റ് ആകുകയും പിന്നെ വരുന്ന ലിക്വിഡിനെ തിരിച്ച് റിട്ടേൺ ലൈനിലിട്ട്, അതായത് ബാക്ക് ഫ്ലോ അവിടെ വരാതിരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള വാൽവാണ് ബോൾ ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ കൺട്രോൾ വാൽവ് നമ്മൾ സാധാരണയായിട്ട് ന്യൂമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഹൈഡ്രോളിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാരാമീറ്ററും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്നും കൂടെ നോക്കി വെച്ചോളൂ. എങ്ങനെയാണ് ഒരു വാൽവിനെ സ്പെസിഫൈ ചെയ്യുന്നത്, പോർട്സ് പൊസിഷൻസ് വെച്ച് നമ്മൾ വാൽവിനെ എടുത്തു പറയുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങളും കൂടെ നോക്കി വെച്ചോളുക. ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സും ഫ്ലോ കൺട്രോൾ വാൽവ്സും. പിന്നെ ഹൈഡ്രോളിക്സിൽ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന സാധ്യതയുള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ് സിംബൽസ്. ഹൈഡ്രോളിക്സിലെ ന്യൂമാറ്റിക്സിലെ സിംബൽസ് സാധാരണ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ക്ലിയർ ആയിരിക്കില്ല, ഫിഗർ ക്ലിയർ ആയിരിക്കില്ല. നിങ്ങൾ പുസ്തകത്തിൽ ഈ ഫിഗർ എല്ലാം ക്ലിയർ ആയിട്ട്, നിങ്ങളുടെ നിമിയുടെ പുസ്തകത്തിൽ ഈ സിംബൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിംബൽസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. സാധാരണ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ ചോദ്യം സാധാരണയായിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഇതിനു പുറമെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ, ഹൈഡ്രോളിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിഫ്റ്റുകൾ, ഹൈഡ്രോളിക് ലിഫ്റ്റുകളും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പാസ്കൽസ് ലോയുടെ കാര്യം പറഞ്ഞു. പാസ്കൽസ് ലോ ബേസിക് പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്താണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കൺഫൈൻഡ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലോട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതിനനുസരിച്ചാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. യൂട്യൂബിലും മറ്റുമൊക്കെ ഇതിൻ്റെ അനിമേഷൻ വീഡിയോയും വർക്കിംഗ് വീഡിയോയൊക്കെ ധാരാളം കിടപ്പുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യമുള്ളവർ ആ വീഡിയോസും മറ്റുമൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഹൈഡ്രോളിക്സ്, ന്യൂമാറ്റിക്സ് അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് ആ രീതിയോട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.